വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന ബജറ്റ്. വികസന ക്ഷേമ പദ്ധതികളടക്കം പരമാവധി മേഖലകളെ പരാമർശിക്കുന്ന ബജറ്റാണ് നിയമസഭയിൽ ധനമന്ത്രി അവതരിപ്പിച്ചത്. ശമ്പള വർധനവിനായി കമ്മീഷനെ നിയമിച്ച ധനമന്ത്രി DA കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നും പ്രഖ്യാപിച്ചു. അഷ്വേർഡ് പെൻഷൻ പദ്ധതിയാണ് മറ്റൊരു വാഗ്ദാനം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് 5 വർഷ തത്വം പാലിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ എക്കാലത്തെ നയം. ഇതിന്റെ ഭാഗമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും. സർ, DA DR കുടിശ്ശിക. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DR ഗഡുക്കൾ പൂർണ്ണമായി നൽകാൻ തീരുമാനിക്കുന്നു. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ്. നിലവിൽ അവശേഷിക്കുന്ന ഗഡുകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും. അസംഘടിത മേഖലയടക്കം പരാമർശിക്കുന്ന ഇൻഷുറൻസ് പ്രഖ്യാപനമാണ് ബജറ്റിന്റെ മറ്റൊരു ഊന്നൽ. ആശാവർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഓട്ടോ തൊഴിലാളികൾ. നമ്മുടെ ഗതാഗത സംവിധാനത്തിന്റെ നട്ടെല്ലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും ഇന്ധന വിലവർദ്ധനവും മൂലം പ്രതിസന്ധി നേരിടുന്ന ഓട്ടോറിക്ഷ തൊഴിൽ രംഗത്തെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ ചില നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. 1. പരിസ്ഥിതി സൗഹൃദ മാറ്റം. പഴയ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നവർക്ക് 40,000 രൂപ വരെ ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസ് അനുവദിക്കും. പലിശ ഇളവ്. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നതിനായി തിരഞ്ഞെടുത്ത പൊതുമേഖലാ ബാങ്കുകൾ വഴി എടുക്കുന്ന വായ്പകൾക്ക് 2% പലിശ ഇളവ് നൽകും. ഈ പദ്ധതികളുടെ നിർവഹണത്തിനായി 20 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരളത്തിലെ 5000-ലധികം അനൗപചാരിക ഓട്ടോ സ്റ്റാൻഡുകളെ സ്മാർട്ട് മൈക്രോ ഹബ്ബുകളായി മാറ്റാൻ സർക്കാർ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ തൊഴിലാളി സൗഹൃദ സ്മാർട്ട് ഓട്ടോ സ്റ്റാൻഡുകൾ നിർമ്മിക്കും. അവിടെ സോളാർ അധിഷ്ഠിത ചാർജിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ യൂണിറ്റുകൾ ഉൾപ്പെടെ സൗകര്യങ്ങൾ ഒരുക്കും. ഈ പദ്ധതിക്ക് 20 കോടി രൂപ നീക്കിവെക്കുന്നു. കേരയിൽ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നാണ് ബാലഗോപാൽ പറഞ്ഞത്. അതിവേഗ റെയിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെയും കമ്പോളത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ഗ്രഥനത്തിനുള്ള നെടുകയുള്ള വേഗതയാർന്ന ഗതാഗത സൗകര്യം പരമപ്രധാനമാണ്. UDF-ന്റെയും BJP-യുടെയും എതിർപ്പ് കാരണം തടസ്സപ്പെട്ടെങ്കിലും കേരളയിൽ പദ്ധതി വരും കേട്ടോ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പദ്ധതിയുടെ പേരുമായോ സാങ്കേതിക വിദ്യയുമായോ ബന്ധപ്പെട്ട ഒരു പിടിവാശിയും സർക്കാരിനില്ല. അക്കാര്യം ഞങ്ങൾ ബന്ധപ്പെട്ടവരെ ആവർത്തിച്ചറിയിച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച എതിർപ്പുകൾ മാറ്റിവെച്ച് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് നിലപാട്. കേന്ദ്രം മുന്നോട്ട് വന്നാൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സഹകരണവും ഉറപ്പാക്കും. ദീർഘകാല വികസന പരിപ്രേക്ഷ്യം തയ്യാറാക്കുമ്പോൾ നമുക്ക് വേണ്ടത് പൊട്ടക്കടറ്റിലെ തവളയുടെ കാഴ്ചപ്പാടല്ല. ആഗോള ദേശീയ തലങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ വികസന സമീപനം തയ്യാറാക്കണം. പമ്പാ നദി നവീകരണത്തിനും പുതിയ പദ്ധതി പ്രഖ്യാപിച്ചതിനൊപ്പം കട്ടപ്പന തേനി തുരങ്കപാതയ്ക്കായി പഠനം നടത്തുമെന്നും പ്രഖ്യാപനമുണ്ട്. അതേസമയം പ്രതീക്ഷിച്ചിരുന്ന ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടായിട്ടില്ല. കട്ടപ്പന മുതൽ തേനി വരെ മലയോര പാതയിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഒരു തുരങ്കപാത സംബന്ധിച്ചുള്ള സാധ്യതാ പഠനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു. ഇത്തരം ഒരു തുരങ്കപാത വരുന്നതോടുകൂടി 20 കിലോമീറ്റർ യാത്രാ ദൂരം ലാഭിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. വിവരങ്ങളുമായി ചേരും അരുണ്. നമ്മൾ ഈ ക്ഷേമ പെൻഷനിലെ വർധനവ് പ്രതീക്ഷിച്ചിരുന്നു. സർക്കാരിൻ്റെ അവസാന ബജറ്റാണ്. പക്ഷേ സാമ്പത്തിക പ്രശ്നമായിരിക്കാം ഒരുപക്ഷെ സർക്കാരിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. മറ്റൊന്ന്, സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷൻ 3 മാസമാണ് പഠിക്കേണ്ടത്. അതൊരു പക്ഷേ അടുത്ത സർക്കാരിൻ്റെ ബാധ്യതയായി മാറുന്ന പശ്ചാത്തലവുമുണ്ട്. പൊതുവെ ഒന്ന് വിലയിരുത്തുമ്പോൾ എന്തൊക്കെയാണ് ബജറ്റിനെ സംബന്ധിച്ച് നമുക്കൊന്ന് പറയാനുള്ളത്? രഞ്ജിത്ത്, ഒരു സർക്കാർ അതിന്റെ തുടർച്ച ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവതരിപ്പിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ഭൂരിഭാഗവും ഇനി വരാൻ പോകുന്ന സർക്കാരിന്റെ ഒരു ബാധ്യതയായി മാറുന്ന ബജറ്റ്. വലിയ പ്രഖ്യാപനങ്ങളായി നമുക്ക് എടുത്തു പറയേണ്ടത് അത് കഴിഞ്ഞ കുറെ നാളുകളെ ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി വലിയൊരു നീക്കിവയ്പ് ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ജീവനക്കാരുടെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങളാണ്. സർക്കാർ ജീവനക്കാർ വലിയ രീതിയിൽ സർക്കാരിൽ നിന്ന് അകന്നു പോകുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ ജീവനക്കാർ സർക്കാരിനോട് പകയോടുകൂടി പെരുമാറുന്നു എന്നൊരു വിലയിരുത്തൽ പല ഘട്ടങ്ങളിലും ഇടതു പാർട്ടികൾ നടത്തിയതാണ്. അവരെ ചേർത്ത് നിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് അവരുടെ ശമ്പള കമ്മീഷൻ പ്രഖ്യാപനം. 3 മാസമെന്ന് പറയുമ്പോഴും അത് അത്രയധികം നീണ്ടുപോകേണ്ട കാര്യമില്ല. വളരെ വേഗത്തിൽ പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും. ശമ്പള കമ്മീഷൻ ശുപാർശ സർക്കാരിന് ലഭിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ശമ്പള വർധനയും സർക്കാർ പ്രഖ്യാപിച്ചാകാം ഒരുപക്ഷെ ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നത്.
അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി അത്തരമൊരു ശമ്പള കമ്മീഷൻ പ്രഖ്യാപനം സർക്കാർ നടത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിലുള്ളത് UDF സർക്കാർ കൊണ്ടുവന്ന പങ്കാളിത്ത പെൻഷൻ എടുത്തു കളയുകയാണ് ഈ സർക്കാർ. അതിനു പകരം ഈ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളൊന്നായിരുന്നു അഷ്വേർഡ് പെൻഷൻ ഏർപ്പെടുത്തുമെന്നുള്ളത്. പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷനിലേക്ക് മാറുന്നു. അത് ഏപ്രിൽ 1 മുതൽ മാറാനാണ് സർക്കാർ തീരുമാനം. അഷ്വേർഡ് പെൻഷൻ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷൻ ഉറപ്പാക്കുന്ന തരത്തിലാണ് തീരുമാനം നടപ്പാക്കാൻ പോകുന്നത്. അഷ്വേർഡ് പെൻഷൻ DRM അനുവദിക്കാൻ തീരുമാനമുണ്ട്. പങ്കാളിത്ത പെൻഷൻ ആ രീതിയിലാണ്. സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശികകളെല്ലാം നൽകാനുള്ള പ്രഖ്യാപനവുമുണ്ട്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ കാർഡ് അവശേഷിക്കുന്ന DA DR ഗഡുക്കൾ പൂർണ്ണമായും നൽകും. ഒരു ഗഡു DA ഫെബ്രുവരി മാസം ശമ്പളത്തോടൊപ്പം നൽകും. അവശേഷിക്കുന്ന DA DR ഗഡുക്കൾ മാർച്ച് മാസം ശമ്പളത്തോടൊപ്പം, അതായത് ഈ സർക്കാരിന്റെ കാലയളവിൽ തന്നെ മുഴുവൻ കുടിശ്ശികകളും സർക്കാർ ജീവനക്കാർക്ക് നൽകാനാണ് തീരുമാനം. വലിയ ഒരു വളർച്ച പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് സർക്കാർ അവതരിപ്പിക്കുന്നതെന്ന് ധനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കട്ടപ്പന തേനി വയനാട് തുരങ്കപാതയ്ക്ക് പിന്നാലെ കട്ടപ്പനയിലും തേനിയിലും തുരങ്കപാത കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിക്കുന്നു. ഇന്നലെ മന്ത്രിസഭായോഗം തീരുമാനിച്ച അതിവേഗ റെയിൽ തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽ പദ്ധതിക്ക് വേണ്ടിയും ഈ ബജറ്റിൽ നീക്കിവയ്പ്പുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ ചേർത്തുപിടിക്കാനുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ കൊണ്ടുവരുന്നു. അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനം 1000 രൂപ ഉയർത്തുന്നു. ആശാ വർക്കർമാർ വലിയ സമരം നമ്മൾ കണ്ടതാണ്. ആ സമരത്തിന്റെ 1ാം വാർഷികവും പിന്നിട്ടതാണ്. അവർക്ക് നേരത്തെ 1000 രൂപ വർദ്ധിപ്പിച്ചു നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് വീണ്ടും ഒരു 1000 രൂപ കൂടി അവർക്ക് വർദ്ധിപ്പിക്കുന്നു. സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന വേതനം 25 രൂപ വർദ്ധിക്കുന്നു. അവരെയും നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ പരിഗണിച്ചതാണ്. സാക്ഷരതാ പ്രേരകുമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ, കരാർ ദിവസ വേതനക്കാരുടെ പ്രതിദിന വേതനം 5% വർദ്ധിപ്പിക്കുന്നു. പത്രപ്രവർത്തക പെൻഷൻ 1500 രൂപ വർദ്ധിപ്പിക്കുന്നു. ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസ് ആ രീതിയിൽ അത് കൂട്ടുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണയ്ക്ക് വേണ്ടി 20 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ എന്നിവയ്ക്ക് വേണ്ടി വിവിധ സാമുദായിക സംഘടനാ നേതാക്കൾക്ക് അല്ലെങ്കിൽ ആ സാമുദായിക സംഘടനകൾ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾക്ക് ആ രീതിയിൽ പണം അനുവദിക്കുന്നു. മാറി വാനിയസിന്റെ മ്യൂസിയത്തിന് 1.5 കോടി രൂപ മാറ്റിവെക്കുന്നു. പ്രാദേശിക സ്ഥലങ്ങളെ വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾക്ക്, വികസന പദ്ധതികൾക്ക് വേണ്ടി പണം അനുവദിക്കുന്നു. ക്ഷേമ പെൻഷൻ വർധന ഉണ്ടായിട്ടില്ല എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളൂ. പക്ഷെ അപ്പോഴും ക്ഷേമ പെൻഷൻ നൽകുന്നതിന് 14,500 കോടി രൂപ മാറ്റിവെക്കുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ക്ഷേമ പെൻഷനിലെയും വർധന വരുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 3,770 കോടിയുണ്ട്. കണക്ട് വർക്കിന് 400 കോടി രൂപ അനുവദിക്കുന്നു. അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർത്ത് പിടിക്കാൻ, ഗിഗ് തൊഴിലാളികൾ അറിയപ്പെടുന്ന ഭക്ഷണ ഡെലിവറി തൊഴിലാളികൾക്ക് വേണ്ടി ഹബ്ബ് സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഗതാഗത സംവിധാനം നട്ടില്ലെന്നാണ് സർക്കാർ വിശേഷിപ്പിച്ചത്. അവർക്ക് അതായത് അരുണ്, ഈ അടിസ്ഥാന വർഗത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഡെലിവറി ബോയ്സിനെയും ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന, അവർക്ക് ക്ഷേമ പദ്ധതിയിലടക്കം അവരെ ഉൾപ്പെടുത്തുന്ന ഒരു പരിപാടി. നമുക്കറിയാം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ പെൻഷൻ കൂട്ടിയില്ല എങ്കിൽ പോലും മറ്റടിസ്ഥാന മേഖലകളിലുള്ള ഒരുപാട് ആളുകളെ കരുതിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ളൊരു ബജറ്റാണ് എന്നും ഇത് വെറുതെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എന്നും നടപ്പിലാക്കാൻ പറ്റില്ല എന്നും. ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ഒരു കമ്മീഷനെയൊക്കെ വെച്ച് പഠിച്ചു വരുമ്പോഴേക്കും അടുത്ത സർക്കാർ അധികാരത്തിൽ വരുന്ന സമയമാകും. അവർക്കുള്ള ബാധ്യതയാകും. നടപ്പിലാക്കാതിരിക്കാനും പറ്റില്ല കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ. അങ്ങനെ നടപ്പിലാക്കാൻ പറ്റുന്ന ഏതൊക്കെ പദ്ധതികളുണ്ട് ഇത്രനാളിനകം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രതിപക്ഷം അത്തരമൊരു രാഷ്ട്രീയ വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത്. കാരണം അവർക്ക് എല്ലാ സർക്കാരുകളുടെയും അവസാനത്തെ ബജറ്റ് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ ബാധ്യത തങ്ങളെ ബാധിക്കുന്നതല്ല. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ്മെന്റായി വച്ചതിനു ശേഷം വരുന്ന സർക്കാരിന്റെ തലയിൽ അത് മുഴുവൻ ബാധ്യത ഇട്ടിട്ട് പോകുമെന്നൊരു പ്രഖ്യാപനം എപ്പോഴും രാഷ്ട്രീയ വിമർശനം ഉണ്ടാകാറുണ്ട്. അതേ വിമർശനം ഇത്തവണയും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. സർക്കാർ കേന്ദ്രങ്ങൾ പറയുന്നത് ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പള കമ്മീഷൻ പോലും ഈ 3 മാസം എന്ന കാലയളവിലേക്ക് നീട്ടിക്കൊണ്ടു പോകില്ല. അതിനു മുമ്പ് വളരെ വേഗത്തിൽ റിപ്പോർട്ട് വാങ്ങി അവർക്ക് നൽകാൻ പോകുന്ന ശമ്പള വർധനയുടെ പ്രഖ്യാപനം നടത്തി സർക്കാർ ഇറങ്ങിപ്പോകുന്നൊരു പ്രതികരണമാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ. ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാലിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട്. അതിലും ഒരുപക്ഷെ അദ്ദേഹം അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയേക്കും. എല്ലാ അസംഘടിത മേഖലയടക്കമുള്ള തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാർ ജീവനക്കാരും അല്ലെങ്കിൽ ക്ഷേമ പെൻഷനും മാത്രമല്ല എല്ലാ വിഭാഗങ്ങളെയും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ
ഗിഗ് തൊഴിലാളികളെയും ഒക്കെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രഖ്യാപനങ്ങളുണ്ട്. ഒരു പ്രധാന പോരായ്മ അല്ലെങ്കിൽ ഒരുപക്ഷെ റബ്ബറിന്റെ വിലസ്ഥിരത ഫണ്ടോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കാര്യമായ ഒരു പ്രഖ്യാപനം ഇതിലുണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഇതുമായി അതിന്റെ ഒരു വിശകലനത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു കാര്യമാണ്. റബ്ബറിന്റെ കാര്യമായി തൊട്ടുപോകാത്ത ഒരു ബജറ്റാണ്. പക്ഷേ കാർഷിക അനുബന്ധ മേഖലയ്ക്ക് 2,700 കോടി രൂപ മൊത്തത്തിൽ മാറ്റിവച്ചിട്ടുണ്ട്. നെൽകർഷകർക്കുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടുതൽ തുക മാറ്റിവെക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട പ്രഖ്യാപനമുള്ളത് 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടി 15 കോടി വലിയൊരു പ്രഖ്യാപനമായി അതിനെ കാണേണ്ടതുണ്ട്. അത് മാത്രമല്ല സ്കൂളുകളിൽ ഇപ്പോൾ +2 വരെയാണ് സൗജന്യ സാർവത്രിക വിദ്യാഭ്യാസമുള്ളത്. അത് ബിരുദതലത്തിലേക്കും വ്യാപിപ്പിക്കാൻ സൗജന്യ വിദ്യാഭ്യാസം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ബിരുദതലത്തിലേക്കും വ്യാപിപ്പിക്കാനുള്ള വലിയൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.